കേരള രാഷ്ട്രീയത്തെ അക്ഷരാർത്ഥത്തിൽ നാണിപ്പിക്കുന്ന പിണറായി സർക്കാരിന്റെ മുഖം വികൃതമാക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മൂല്യങ്ങളെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും നിയമസഭയിലും പുറത്തും വാദോരാതെ സംസാരിക്കാറുള്ള ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ മാന്യതയുടെ മുഖം മൂടി ഇപ്പോൾ അഴിഞ്ഞു വീണിരിക്കുകയാണ്. സ്വന്തം ഭാര്യ തന്നെ മന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നു എന്ന വാർത്ത കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. മുന്നറിയിപ്പില്ലാതെ വീട്ടിലെത്തിയ ഭാര്യ മന്ത്രിയെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ നേരിട്ട് കാണുകയായിരുന്നു. ഈ ഒരു സത്യം പുറം ലോകം അറിഞ്ഞാൽ തന്റെ രാഷ്ട്രീയ ഭാവി തകരുമെന്ന ഭയത്താലാണോ എന്നറിയില്ല, അവിടെ കടുത്ത വാക്കുതർക്കങ്ങളും പിടിവലികളും നടന്നതായാണ് റിപ്പോർട്ടുകൾ. മുൻ DGP ആർ ശ്രീലേഖയുടെ ഭർത്താവിന്റെ സഹോദരി കൂടിയായ മന്ത്രിയുടെ ഭാര്യ ഉടൻ തന്നെ ശ്രീലേഖയുമായി ബന്ധപ്പെടുകയും നടന്ന കാര്യങ്ങൾ പറയുകയും ചെയ്തു. സുരക്ഷയ്ക്കായി സർക്കാരിന്റെ 112 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് സഹായം തേടാനാണ് ശ്രീലേഖ അവർക്ക് നൽകിയ ഉപദേശം. ഇതനുസരിച്ച് തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ കൺട്രോൾ റൂമിൽ വിളിച്ച് അവർ സഹായം അഭ്യർത്ഥിച്ചു. താൻ ആരാണെന്നും അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ഗുരുതരാവസ്ഥയും അവർ പോലീസിനെ അറിയിച്ചിരുന്നു. എന്നാൽ ഇവിടുത്തെ പോലീസ് സംവിധാനം എത്രത്തോളം നോക്കുകുത്തിയാണെന്ന് തെളിയിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. സ്ഥലത്തെത്തിയ പോലീസ് സംഘം സംഭവത്തിൽ ഇടപെടാതെ പിൻവാങ്ങുകയായിരുന്നു എന്നതാണ് അറിയാൻ സാധിച്ചത്. ഒരു സ്ത്രീ പോലീസിന്റെ സഹായത്തിനായി ഉച്ചത്തിൽ കരഞ്ഞപേക്ഷിച്ചിട്ടും അത് ഒരു മന്ത്രിയുടെ വീടായതുകൊണ്ടാണോ പോലീസ് കേട്ട ഭാവം നടിക്കാതെ മടങ്ങിപ്പോയത്? മന്ത്രിയുമായുള്ള പിടിവലികൾക്കിടയിൽ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയ അവർക്ക് തന്നെ സംരക്ഷിക്കേണ്ട പോലീസ് സംഘത്തെ അവിടെ കാണാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ താൻ വന്ന ടാക്സി കാറിൽ തന്നെ അവർക്ക് മടങ്ങേണ്ടി വന്നു. ഈ കാര്യങ്ങളെല്ലാം മുൻ DGP ആർ ശ്രീലേഖ തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു മാധ്യമം മന്ത്രിയുടെ ഭാര്യയുമായി ബന്ധപ്പെട്ടപ്പോൾ വാർത്ത നിഷേധിക്കാനോ സ്ഥിരീകരിക്കാനോ അവർ തയ്യാറായിട്ടില്ല എന്നത് സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇടതുപക്ഷ സർക്കാരിന്റെ തണലിൽ മന്ത്രിമാർ എന്തുമാകാമെന്ന അവസ്ഥയിലാണോ? പോലീസിനെ പോലും നിയന്ത്രിക്കാൻ മന്ത്രിക്ക് കഴിയുന്നുവെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഈ നാട്ടിൽ എന്ത് സുരക്ഷയാണുള്ളത്? സ്വന്തം വീട്ടിൽ സുരക്ഷിതയല്ലാത്ത ഒരു സ്ത്രീക്ക് പോലീസിനെ വിളിച്ചിട്ടും സഹായം ലഭിക്കുന്നില്ലെങ്കിൽ ഈ നാട്ടിലെ നിയമവാഴ്ച തകർന്നു എന്ന് ഉറപ്പിച്ചു പറയാം. ധാർമ്മികതയുടെ ഒരംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. അധികാരത്തിന്റെ തണലിൽ ഇത്തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് മന്ത്രിസ്ഥാനത്ത് തുടരാൻ യാതൊരു അവകാശവുമില്ല. ഗണേഷ് കുമാർ എത്രയും വേഗം രാജിവെച്ച് അന്വേഷണം നേരിടണം എന്നതാണ് ജനങ്ങളുടെ പക്ഷം. സ്ത്രീ സുരക്ഷയെക്കുറിച്ചും ലിംഗനീതിയെക്കുറിച്ചും ഘോരം പ്രസംഗിക്കുന്ന LDF സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ പുറത്തു വരുന്നത്. മുൻപും സമാനമായ രീതിയിൽ കുടുംബ പ്രശ്നങ്ങളുടെയും മർദ്ദനത്തിന്റെയും പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ചരിത്രമുള്ള വ്യക്തിയാണ് ഗണേഷ് കുമാർ. അന്ന് UDF സർക്കാർ ഉയർത്തിപ്പിടിച്ച ധാർമ്മികതയുടെ ഒരംശം പോലും ഇന്ന് പിണറായി സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. ഇത്തരം മ്ലേച്ഛമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ഈ മന്ത്രിയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു കുടുംബ പ്രശ്നമായി തള്ളിക്കളയാൻ കഴിയില്ല. ഒരു മന്ത്രി തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന പരാതി അതീവ ഗൗരവമുള്ളതാണ്. പോലീസിനെ പോലും സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു മന്ത്രിയുടെ തണലിൽ ഇവിടുത്തെ പോലീസ് എത്രത്തോളം നിഷ്പക്ഷമായി അന്വേഷിക്കണമെന്നത് സ്വന്തം ഭാര്യയ്ക്ക് പോലും സുരക്ഷ നൽകാൻ കഴിയാത്ത, അവരെ കൊണ്ട് പോലീസിനെ വിളിപ്പിക്കേണ്ടി വരുന്ന ഒരു മന്ത്രി എങ്ങനെയാണ് ജനങ്ങളെ സേവിക്കുക? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിയേ തീരൂ.